അതോടൊപ്പം ഈ പാട്ട് പഠിച്ചില്ലെങ്കിലും പാട്ട് ചെയ്തു എന്ന് പറയും, ശാസ്ത്രീയമായി പഠിച്ചില്ലെങ്കിലും അതുപോലെ നൃത്തത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? നൃത്തം ഡാൻസ് ഞാൻ സ്കൂളിലെല്ലാം ചെയ്യുന്നുണ്ടായി. സ്കൂളിലെല്ലാം പിന്നെ മെയിനിങ് എന്താ ഒപ്പന അങ്ങനത്തെ എല്ലാം മെയിൻ ചെയ്യുന്നുണ്ടായി. അല്ലാതെയും ഈ സെൻഡ് ഓഫ് അങ്ങനെയെല്ലാം വരുമ്പോഴേക്ക് അല്ലാതെ പഠിച്ചിട്ടൊന്നുമില്ല. ഒരു ആവശ്യം വന്ന് കളിക്കാനുള്ള സ്റ്റെപ്പെല്ലാം അറിയും, അല്ലാതെ പഠിച്ചിട്ടൊന്നുമില്ല. നമുക്കറിയാം. അതോടൊപ്പം കണ്ടത് നമ്മുടെ ഈ ബ്ലോഗ് എഴുത്ത് കാര്യങ്ങളുണ്ടായിരുന്നു. അതിലേറെ ഒരു ചർച്ച ചെയ്യപ്പെട്ട ഒരു ചർച്ച ചെയ്യുന്നതിന് സ്വന്തം സുഹൃത്തിൻ്റെ ഒരു കാര്യമായിരുന്നു. സുഹൃത്തിന് പറ്റിയ ചില അബദ്ധങ്ങൾ അത് മറ്റുള്ളവർക്ക് കൂടി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് താങ്കളുടെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ട് അത് ഇട്ടിട്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടിയെങ്കിലും കുറേ ആൾക്കാർ നെഗറ്റീവും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു ടോക്കായിരുന്നു. അതെല്ലാം കണ്ടിട്ടാകുമ്പോൾ ഭയങ്കര എനിക്ക് ഫീലായി. എന്താ പറയുക, എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ വ്യൂവേഴ്സ് വെക്കാൻ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് വ്യൂവേഴ്സ് കിട്ടാൻ വേറെ എന്ത് ചെയ്തെങ്കിലും മതി. പക്ഷെ ഞാൻ എന്നോട് പെർമിഷൻ പറഞ്ഞതാണ്. പിന്നെ നമ്മളെ പോലെ ഇപ്പം എല്ലാവർക്കും ക്യാമറൻ്റെ മുമ്പിൽ വരണമെന്നും പറ്റൂല. പിന്നെ ഒന്നും എല്ലാവർക്കും ബോൾഡായിട്ട് പറയാൻ പറ്റണമെന്നില്ല. പക്ഷെ എന്നോടോള് ഭയങ്കര ടച്ചായിട്ട് പറഞ്ഞ കാര്യമാണ്. ടച്ചായിട്ട് പറയണ്ട, ഞാൻ ഉണ്ടായി ഒന്നിച്ചിട്ടുണ്ടായ ആളാണ്. അപ്പം എനിക്ക് ഭയങ്കര ഞാനും ഭയങ്കര ടെൻഷൻ അടിച്ച ഒരു കാര്യമാണ്. അത്രയും പിന്നെ നല്ലൊരു എന്താ പറയുക പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നല്ല നമ്മളെ പോലെയല്ല, ഒരു നെഗറ്റീവ് ഇല്ലാത്തൊരു പെണ്ണാണ്. നല്ലൊരു കാര്യം, പഠിത്തം, അങ്ങനെ നല്ല എഡ്യൂക്കേഷൻ, നല്ലൊരു ഭാവി, അങ്ങോട്ട് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. ഒരു പെണ്ണിൻ്റെ ഫ്യൂച്ചറാണ് ഒരാൾ കാരണം ഇല്ലാതായത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്ത് പറയാനുണ്ട്? ആൾക്കാർക്ക് ഇപ്പവും ബോധമില്ല. ഇപ്പവും കേൾക്കുന്നത് നമ്മൾ ന്യൂസ് ഇതന്നെ, ഇങ്ങനെ ലവാക്കി ചീറ്റാക്കി അത് പിന്നെ ആത്മഹത്യ, സ്ത്രീധനത്തിൻ്റെ പേരിൽ, അങ്ങനെ ആൾക്കാർ കുറച്ച് ചിന്തിക്കുക. നമുക്ക് ചിന്തിക്കാനുള്ള ബോധം തന്നിട്ടുണ്ടല്ലോ. ആ ഒരു ഇത് വെച്ചിട്ട് ചിന്തിച്ചാൽ മതി. ആൾക്കാരൊരു നമുക്ക് ബിഹേവ് കാണുമ്പോൾ നമുക്കറിയില്ല. അത് നല്ല ബിഹേവ് ആണെങ്കിൽ എന്ത് വീട്ടിലെ ആൾക്കാരുണ്ടല്ലോ, നമുക്ക് അവരുമായിട്ട് സംസാരിച്ചിട്ട് നല്ല രീതിക്ക് ആ ഒരു ഇത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇത് നമ്മളെ മാക്സിമം യൂസ് ചെയ്ത് നമ്മളെ മാക്സിമം ചൂസ് ചെയ്ത് ലാസ്റ്റ് അവർക്ക് വേണ്ടാതായി, അതൊന്നും ഒരിക്കലും അവിടെ ഉദ്ദേശിച്ചത് അതായിരുന്നു അല്ലേ? കാരണം മറ്റൊരാൾക്ക് പോലും എന്നാളിത് സംഭവിക്കരുത് എന്നതായിരുന്നു.